ബ്യൂട്ടി പാർലറിൽ പോവാത്ത അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് നമ്മൾ എൻഗേജ്മെൻറ്റിനും ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അവർ അങ്ങനെ ചെയ്തോളുമല്ലോ, അതിനെപ്പറ്റി ബാക്കിയൊന്നും അന്വേഷിക്കേണ്ട വിചാരിച്ചു. പക്ഷെ അത് വലിയൊരു മെച്ചപ്പെട്ടില്ലായിരുന്നു, ഇച്ചിരി ബുദ്ധിമുട്ട് വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണം ആകുമ്പോഴേക്ക് നന്നാവണേ എന്നൊരു ഭയങ്കര പ്രാർത്ഥനയും നല്ലൊരാളെ കിട്ടണേ എന്നുള്ളൊരു വിചാരവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് റെയിൽവേയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു മിടുക്കിയുണ്ട്, ഭയങ്കര നല്ലതാണ്, ഭയങ്കര നല്ല റിവ്യൂസാണ്, കുറേ അവാർഡൊക്കെ കിട്ടിയ ഒരാളാണ്, ഭയങ്കര നല്ല കണ്ടിട്ടുണ്ട്. അവരുടെ തന്നെ ഒരു കസിൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് അവർ ചെയ്തു, നന്നായിരുന്നു. അപ്പോൾ അത് തന്നെ. അപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, ഞാൻ സിന്ധുവിനെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സിന്ധു കാര്യങ്ങളൊക്കെ പറഞ്ഞു, അടുത്താണ്, ഞങ്ങൾ രാവിലെ വന്നോളാം, ചെയ്തോളാം എന്നൊക്കെ ഭയങ്കര നല്ലൊരു റിപ്ലൈ ആയിരുന്നു. 3:30 വരാമെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. കാരണം നമ്മൾ ഇങ്ങനെ ഇരിക്കുകയും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ചെയ്തു തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം സിന്ധുവിനോട് പറഞ്ഞല്ലോ, എനിക്കിതൊരു ഐഡിയ ഇല്ലാത്ത ആളാണ്. പക്ഷേ കൊച്ചിനാണെങ്കിൽ മുടിയുടെ തിക്നെസ് കുറഞ്ഞു പോയി. അപ്പോൾ അത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എക്സ്റ്റൻഷൻ വേണമെന്നൊക്കെ അവിടെ ഇരുന്നേ പറയുന്നുണ്ട്. പക്ഷേ ചെയ്തു വന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. നമ്മൾ എന്ത് ഇട്ടു എന്നതിലല്ല, എങ്ങനെ ഇടുന്നു എന്നുള്ളതിലാണല്ലോ. അപ്പോൾ അത് ഭയങ്കര നമുക്കൊരു അപ്പീലിംഗ് തോന്നുന്നുണ്ട് നന്നായിട്ട്. കൊച്ചും ഹാപ്പി, അത് മുഖം കണ്ടാൽ എനിക്കറിയാം. കാരണം അന്നത്തെ മുഖം എനിക്ക് ഓർമ്മയുണ്ട് എൻഗേജ്മെൻറ്റിന്. കാരണം വെച്ചാൽ ടെൻഷൻ അടിച്ചിട്ടും കരഞ്ഞു കണ്ണൊക്കെ ഇതായി ഒരു മാതിരിയാണ് പോയത്. ഇവർക്ക് ഇളകിപ്പോയപ്പോഴേ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് ഭിത്തിയിലൊക്കെ പോണ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു.